ക്രിസ്പിയാണ് കേട്ടോ, സൗണ്ട് കേട്ടോ. കൊണ്ടിട്ട് ഞങ്ങള് പിടിച്ച് ഈ മീനിനെ നിങ്ങളുടെ നാട്ടില് എന്ത് പേരാ പറയാന്ന് ഒന്ന് കമന്റ് ചെയ്യട്ടാ. ഷെഫ് മഹി തലയില്ലാണ്ട് തിളകുണ്ടല്ലോ. അപ്പൊ ഇന്ന് ഞായറാഴ്ച ആയ കാരണം ജസ്റ്റ് ഒരു മീൻ പിടിക്കാൻ ഇറങ്ങിയതാട്ടോ, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ പുറത്തേക്ക് നിന്ന് ഇറങ്ങിയതാണ്, കണ്ടില്ല കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയതാട്ടോ. ഒരു മീൻ പോലും കിട്ടണില്ല. മീൻ ഇളകുണ്ട് തോട്ടില്, പക്ഷെ മീനൊന്നും കിട്ടണില്ല കേട്ടോ. അപ്പോൾ സച്ചിൻ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. മീൻ കിട്ടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏരിയ ഇടുന്നത് ഇവിടെ ഈ ചെറിയ പരല് അങ്ങനത്തെ മീനുകളൊക്കെ ആയിട്ടുള്ളത്. പക്ഷെ ഒരു ആക്ടിവിറ്റി ഇല്ല ഇവിടെ. ഫുള്ള് പാടത്ത്, സെൻട്രൽ ഫുൾ പാടമുണ്ട്. പാടത്തിന് നടുവിൽ ഇവിടെ ഒരു തോടാണ്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ഒഴിയുമ്പോൾ കുളമൊക്കെ പോകുന്നുണ്ട് അവിടെ. പാടത്തിൽ തോട്ടല്ല, പാടത്ത് ചെറുതിട്ട് ചെറിയ രീതിയിൽ വെള്ളം. അപ്പോൾ മഴ കുറഞ്ഞപ്പോൾ ഫുള്ള് വെള്ളം വറ്റി. അതുപോലെ തോട്ടിൽ തീരെ വെള്ളമില്ല. അപ്പം അത് കാരണം തോന്നുന്നുണ്ട് മീൻ ഒന്നും കിട്ടത്. എന്തായാലും ഇത് ഈ വരമ്പും കൂടെ പ്രത്യേക ഫീലാട്ടോ. അതായത് ഇതുപോലെ മറ്റേ അക്വേഷനും ഉണ്ടല്ലേ, നമ്മൾ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഇട്ട് നോക്കി നമുക്ക് നേരെ അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ സച്ചിണ്ട്, ഒരു ഹായ് പറഞ്ഞു വന്നു. ആണല്ലേ, അതിമനോഹരമായൊരു പ്രകൃതി ആട്ടോ ഇവിടെ. നീ ഫ്രണ്ടിൽ പോക്കോ, ഫ്രണ്ടിൽ പോക്കോ. ഞാനിവിടെ ഒന്നും കൂടി ഇട്ടോക്കട്ടെ, മൂന്ന് കാസ്റ്റിങ് കൂടി നോക്കട്ടോ. ഇപ്പോൾ പൊതുവെ എന്തായാലും കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇത് കൂടെ വരും കേട്ടോ, ആണല്ലേ. ഫുള്ള് വെള്ളം ഇറങ്ങി തുടങ്ങണുള്ളൂ, അതാണ് അടുത്തത്. എന്നാലും നമുക്കിത് ഈ തോട് നിന്നിട്ട് ഇതൊരു കുളത്തിലേക്ക് എത്തുന്നുണ്ട്. നമുക്ക് ആ പാടത്തു നിന്ന് നേരെ തോട്ടിലേക്ക് കണ്ടില്ലേ. ഈ തോട് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഉണ്ടോ, രണ്ട് സൈഡും കെട്ടിയിട്ട് അതുപോലെ ആയിരുന്നു കേട്ടോ ഈ ഭാഗവും. അപ്പോൾ ഇത് ഇതുവരെ ഉണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പണി കഴിയൂട്ടോ. കുളം വരുന്നത് വെള്ളം കുറവ്, നല്ല കുറവുണ്ട് വെള്ളം. തീരെ ആക്ടിവിറ്റി കുറവാട്ടോ ഇവിടെ, തീരെ കിട്ടണില്ല. അതുകൊണ്ട് രണ്ട് ചൂണ്ട കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ബാഗിൽ മടക്കി വെച്ചു. കാരണം മീൻക്ക് വേണ്ടത് മഴ കുറഞ്ഞപ്പോൾ ഇനി മഴ പെയ്യേണ്ടി വരും. ഇവിടെ കുറച്ച് പണി നടക്കണ കാരണം ഇവിടെയൊക്കെ നല്ല ഓഫ് റോഡായിട്ട് അത്രയ്ക്ക് എടുക്കണ്. വണ്ടി പോകാൻ ഇപ്പോൾ മഴ ഇല്ലാത്ത കാരണം കുഴപ്പമില്ല, അല്ലെങ്കിൽ വണ്ടി കിട്ടാം. ഇവിടെയൊക്കെ പണി. നമ്മൾ ചൂണ്ട കണ്ടില്ലേ, ഈ ചൂണ്ട എനിക്ക് എൻ്റെ ആള് ഗൾഫിൽ പോയപ്പോൾ ആള് വേറെ കൊണ്ടുപോയിട്ടുണ്ട് ഗൾഫിലേക്ക്. അവിടെ കടലിൽ നല്ല അടിപൊളി ചൂണ്ട തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ കുറേ മീൻ, പക്ഷെ അതിൻ്റെ വീഡിയോസൊന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ ഒരാൾ ചൂണ്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ആ കുളത്തു നിന്ന് നേരെ പുഴയിലേക്കാണ്. അപ്പം എന്തായാലും നമുക്ക് അവിടെ പോയിട്ടൊന്നും എല്ലാം കിട്ടുമോ എന്ന് ഉറപ്പില്ല. കിട്ടിയ ഭാഗ്യം, കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഫ്രൈ ചെയ്യണ വീഡിയോസൊക്കെ വരും. രണ്ടാളുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ മീൻ കിട്ടിയിട്ടാ. ഈ മീനിനെ നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാ പറയാന്ന് ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. ഞങ്ങളുടെ ഈ നാട്ടിൽ ചീക്കൂരി എന്നാണ് ഇതിന് പറയുക. അതിന് രണ്ട് കൊമ്പ് കണ്ട, രണ്ട് സൈഡിൽ. അത് ഭയങ്കര ഡേഞ്ചർ ആട്ടോ. അത് കുത്തി കഴിഞ്ഞാൽ നല്ല കടച്ചിലെടുക്കും. നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കുളത്തൊക്കെ പോരുമ്പോൾ. അപ്പോൾ നമുക്കിത് ഇവിടെ നിന്നാണ് കിട്ടിയത്, ഈ ഒരു സ്പോട്ടിൽ നിന്ന് കിട്ടിയത്. സച്ചി അവിടെ ചൂണ്ടായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇതിനെ ഒന്ന് കവറിലിടട്ടെ. ഇനി അടുത്ത മീൻ കിട്ടണവരെ വെയിറ്റിംഗ് ആട്ടോ. അവിടെ പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു സ്ഥലമാണ്, സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. 10-15 മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നട്ട മീൻ കിട്ടണത് സച്ചിത് അവിടെ ചൂടുന്നുണ്ട്. ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇതങ്ങോട്ടാ പോണത്. നേരെ ബാഗുമ്പോ ഒന്ന് കുത്തിയിരുന്നാട്ടോ. അതിന്റെ കൊമ്പ് കണ്ടില്ലേ.
പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആകുമ്പോൾ കണ്ടിട്ട് കയറുള്ളൂ. ആദ്യം നമ്മളൊന്നും നോക്കാൻ പാടില്ല. അവര് ബിസിനസ്സിലുള്ള പാർട്ട്ണർ ഒരാൾ പുറത്തെങ്കിലും വേണമെന്ന്, അല്ലെങ്കിൽ വിടും. ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഫിനാൻഷ്യലി എന്തെങ്കിലും ഒരാള് സെറ്റ് ആയിട്ട് വേണം അവിടെ, അല്ലാതെ നടക്കൂല. എല്ലാം മതി. താഴേക്ക് പോലെ സെറ്റാക്കാൻ പോവാണ്. ഫുള്ള് ചെറിയ മീനാട്ടോ അതില്. ചെറിയ മീനാണ് കിട്ടിയത്. പിന്നെ നമ്മൾ ഇപ്പോൾ വെളിച്ചം പോവാറായി. ഇങ്ങനെയൊക്കെ നമ്മുടെ 7 മണിയായിട്ടോ. നമ്മൾ പിടിച്ച് വന്നപ്പോൾ ലേറ്റായി. പിന്നെ ചായ കുടിച്ചപ്പോൾ വന്നപ്പോൾ സമയം അങ്ങനെയായി. ഇപ്പോൾ വേഗം ഇനിയിപ്പോൾ ഇത് നന്നാക്കണം കേട്ടോ. ചെറിയ മീനായ കാരണം നമുക്കത് നന്നാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുള്ളുണ്ട് കേട്ടോ. കണ്ടപ്പോൾ തന്നെ അത് കവറിൽ കുടുങ്ങി. ജീവല്ലല്ലോ ഒന്നിനും. ജീവുണ്ട് അതിന്. സാധനം ജീവുണ്ട് കേട്ടോ. ചിലതിനൊക്കെ ജീവുണ്ട്. മുളക്, ജീരകപ്പൊടി എന്താ കുരുമുളക്, മിളക് ഏതാ? മറ്റേ കാശ്മീരിയാണ്. മീൻ മസാല ഇട്ട് മീൻ വറക്കുള്ള പാൻ എടുക്കുന്നു. ചൂണ്ടിട്ട് ഞങ്ങള് പിടിച്ച് കളർഫുള്ളായിണ്ട്. കണ്ണിക്ക് തടിക്കുന്നു. അതിർത്താലോ എങ്ങനെ തമ്മിലേക്ക് ഇങ്ങനെ അത് ശരി. തിരിച്ചിട്ടുള്ള അതിനെന്താ സംഭവം? ഈ അപകടങ്ങൾ താല്പര്യം മറിച്ചിടാറായി. ഏതാ? ഈ അപകടങ്ങളുടെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വ്യൂ പെട്ടെന്ന് കയറുന്നു. അപ്പൊ ആൾക്കാർക്ക് അതാണ് താല്പര്യം, അപകടങ്ങൾ കാണണം. ഏബനൊക്കെ പണ്ടത്തെ വീഡിയോ വരാറുണ്ട്. നമ്മളെ സൈക്കിളിന്റെ ഇത് പിടിച്ചോ, ക്യാമറ പിടിച്ചോ. ഒരെണ്ണം മറക്കത്തേക്ക് ജാപ്പനീസ് കുക്കിംഗ് ആണ്. മുട്ട ചിക്കി പൊരിക്കുന്ന പോലെയാണ്. വറവ് ശരിയായില്ലെങ്കിൽ നമുക്കിത് സൂഷിയാക്കാം. പൊതിഞ്ഞിട്ട് ചുട്ടെടുത്ത് ഇത് മറ്റേ ചെറിയ അപ്പൊ പെട്ടെന്ന് പുതിയ പേര് മീൻ പൊടിയുന്നു. മീൻ പൊടിയാക്കി എടുക്കാണ്. അപ്പൊ സെറ്റാവും. പിന്നെ ചെമ്മീനച്ചാറ് വലിയ ഉപ്പിട്ടു. ഉപ്പ്, മുളക്, മഞ്ഞപ്പൊടി, പെപ്പറും പിന്നെ മീൻ മസാലയും കുറച്ചിട്ടുണ്ട്. ഇതാണെങ്കിൽ കൊമ്പൻ. ഇവനാണ് ചാവാക്കി. എനിക്കിത് കണ്ടിട്ട് എന്ത് തോന്നുന്നു?
അടിപൊളിയായിരുന്നു. ആതിരപ്പള്ളിയിലത്തെ മീൻ കൊണ്ടാണെങ്കിൽ നമുക്ക് ഇവിടെ സെറ്റ് ആക്കായിരുന്നു. അതേപോലെ കയറാൻ പോയാൻ പറ്റില്ല. അത്ര തിരക്കാ? ഇല്ല, പിന്നെ മുട്ടിന് സമയല്ലേ. നല്ല വെള്ളം വരുന്നുണ്ടല്ലോ അല്ലേ അതിന്റെ വീഡിയോസില് വീഡിയോസിലുണ്ട്, അത്ര വെള്ളമൊന്നുമില്ല അല്ലേ? വെള്ളം കുറഞ്ഞു. അടിയിൽ നിന്ന് കാണുമ്പോ തോന്നുന്നു എല്ലാവർക്കും ഒരു 2 വെച്ച് കിട്ടും, 3 വെച്ച് കിട്ടും. വലിഞ്ഞു വരുത്തണ്ട. അപ്പോഴേക്കും ഞങ്ങൾ സെറ്റാക്കി എടുക്കാം. ഇവിടെ അതങ്ങനെ പാത്രം ഇങ്ങനെ പൊക്കിണ്ടാക്കി അപ്പൊ മെൽറ്റായിട്ട് അങ്ങോട്ട് കൊണ്ട് പോകും. മറക്കണം നമ്മൾ 1 by 1 മറക്കണം. ഇതിപ്പോ ഇതിലേതാ മറക്കാത്തത് ഏതാ മറന്നത് മനസ്സിലാവും. ഇത് മറക്കാറുണ്ട്. ആ ഇത് മറയണം. ചെറുതായാലും മറന്നിട്ടാണ് ഒരുപാട്. മറ്റേ സാധനങ്ങൾ വറക്കണ പോലെ പിടിച്ച പോലെയായിരുന്നു. പ്രൊഫഷണൽ ഷെഫിന് വരെ പറ്റണില്ല എന്ന്. എന്ത് ചെയ്യും അല്ലേ? ചെറിയ മീനായിരുന്ന വലിയ മീനാണ് നമ്മൾ പൊളിക്കുന്നത്. വലിയ മീനാണെങ്കിൽ സുഖം 2-3 സുഖം. വലിയ മീൻ ഒറ്റ ട്രിപ്പിൽ മറിച്ചിട്ടാ പോലെ ഒരു തൈര് മറിച്ചിട്ട് അപ്പൊ ഏതാ മറിയാത്തത് ഏതാ മറിഞ്ഞത് ഇതതിന് മറിക്കുമ്പോ അതിന്റെ അപ്പുറത്ത് നന്നായിരിക്കും പോകും. സ്പൂണോട്ടനെ ഇങ്ങനെ കൊയ്ത്തില്ല. ശൂഷിയാക്കിയിട്ട് മറ്റേ നമ്മള് ഇതാക്കുന്നു. ചൂശി എങ്ങനെയാ വലിയ മീനെ കിട്ടിയാ സുഖമായിരുന്നു. പ്രൊഫഷണൽ ഷെഫ് മഹി. പഴയ അമ്മമ്മയുടെ പിന്നാണ്. അമ്മമ്മയുടെ അപ്പൊ പറഞ്ഞോളൂ റേറ്റ് ഉണ്ട്. പൊട്ടിക്കണം ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ വെറൈറ്റി ആയിട്ട് സാധാ ഫോട്ടോ വയ്ക്കലാണ്. എന്താ ടേസ്റ്റ്? ക്രിസ്പി ആണ് സൗണ്ട് കേട്ടോ. സാധനം ഇവർക്ക് കൊടുക്കട്ടെ കേട്ടോ. കുറച്ചുള്ളൂ.